കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊന്നൊരു 20 ഇയേഴ്സ് മുമ്പാണ് ഞാനൊരു ഹോസ്പിറ്റലിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കൊടുക്കാനായിട്ട് പോകുന്ന വഴിയിൽ ഒരു ആക്സിഡൻറ്റ് കണ്ട് വണ്ടി നിർത്തി. അപ്പം ഒരു കുട്ടിയുടെ ഒരു ബോയ്, ഐ തിങ്ക് 20 ഇയേഴ്സ് ഓൾഡ്, ആ ഒരു ഇതിൽ വരുന്ന ഒരു കുട്ടിയുടെ ദേഹത്തോടൊരു ലോറി കയറി ഇറങ്ങി, ടയർ വയറ്റിൽ കൂടെയാണ് ഇറങ്ങിയത്. വളരെ കൊളാപ്സായ ഒരു സാഹചര്യത്തിൽ റോഡിൽ കിടക്കുകയാണ്. വളരെയധികം പേര് അവിടെ കൂടിയിട്ടുണ്ട്. അധികം സമയം അവിടെ കിടന്നായാൽ അയാൾ മരിച്ചു പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാനും മറ്റൊരാളും കൂടെ ചേർന്നിട്ട് അയാളെ എടുത്ത് പെട്ടെന്ന് അടുത്തുള്ള നിയറസ്റ്റ് ഒരു സർക്കാർ ഹോസ്പിറ്റലാണ്, അവിടേക്ക് എത്തിച്ചു, കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ എത്തിച്ച് അവർ എക്സാമിനേഷൻ കഴിഞ്ഞ് പറഞ്ഞു, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ഓഫ് സർജറി പോസിബിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ട്രിവാൻഡ്രം മെഡിക്കൽ വേണം. പക്ഷേ അത്രയും സമയം ഇയാൾ ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണ്, വളരെ എമർജൻസി ആയിട്ടൊരു സർജറിയാണ് വേണ്ടുന്നത്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ വളരെ ഫേമസ് ആയിരുന്ന കൊല്ലം ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചു. അവിടെ ഫെസിലിറ്റി ഉണ്ട്, ഡോക്ടറുണ്ട്, അവൈലബിൾ ആണ്. പെട്ടെന്ന് തന്നെ ഒരു IC ആംബുലൻസിലാക്കി ഇയാൾ അവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷെ അവിടെ ചെന്ന്, അപ്പം അന്ന് ആ ഒരു കാലഘട്ടത്തിൽ സോഫ്റ്റ്വെയർ സപ്പോർട്ടൊക്കെ കൊടുത്തിരുന്നതുകൊണ്ട് അവരുമായിട്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇത് ആരാണെന്ന് അറിയത്തില്ലെങ്കിൽ പോലും അവർ പെട്ടെന്ന് തന്നെ സർജറിക്ക് ഇദ്ദേഹത്തെ നീക്കുന്നതിന് ഒക്കെ റെഡിയായി. അപ്പോഴാണ് അവിടുത്തെ ബ്ലഡ് അവൈലബിലിറ്റി ഒരു വലിയ ചോദ്യചിഹ്നമായത്. ആ സമയത്ത് കൊല്ലം IMA ബ്ലഡ് ബാങ്കിൽ എൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതുകൊണ്ട് അവിടെ പരിചയം ഉണ്ടായിരുന്നു. ആ പരിചയത്തിൻ്റെ പുറത്ത് വിളിച്ച് സംസാരിച്ചു. അവിടുന്ന് ആവശ്യത്തിനുള്ള ബ്ലഡ് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വലിയ സർജറിക്ക് ശേഷം അദ്ദേഹത്തെ എനിക്കൊന്ന് കിംസിലേക്കാന്ന് തോന്നുന്നു, കുറച്ചു കാലത്തിന് ശേഷം കിംസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. സുഖപ്പെട്ടു വന്നു. ഇന്ന് അദ്ദേഹം വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നു. അന്ന് എനിക്ക് മനസ്സിലായത് ഇൻ ഹൗസ് ബ്ലഡ് അവൈലബിലിറ്റി ആ ഹോസ്പിറ്റലിൽ ഇല്ല എന്നുള്ള ഇൻഫർമേഷൻ തരാൻ അവർക്ക് വൈകിയില്ല. അതുപോലെ തന്നെ ഇതേ ഗ്രൂപ്പിലുള്ള ബ്ലഡ് അവൈലബിൾ ആണോ എന്ന് ബ്ലഡ് ബാങ്കിൽ IMA ബ്ലഡ് ബാങ്ക് കൊല്ലത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ അവരും ആ ഇൻഫർമേഷൻ വളരെ കൃത്യമായിട്ട് തന്നു. ഈ ഗ്രൂപ്പിൽ ബ്ലഡ് ഇത്ര, നമുക്ക് 6 ബാഗ് അവൈലബിൾ ആണ് എന്ന്. സോ അതിൻ്റെ ക്രോസ് മാച്ച് പ്രോസസ്സ് വളരെ പെട്ടെന്ന് നടന്നു. ബ്ലഡ് കൊണ്ടെത്തിച്ചു. ആ സർജറി സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റി. COP 8E എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എലമെന്റ് ആണ്. പല ഒബ്ജക്റ്റീവ് എലമെന്റുകളും നമുക്ക് ആ ഫെസിലിറ്റി ഇല്ല എന്നതുകൊണ്ട് മാറ്റി വെക്കാവുന്നതാണെങ്കിൽ ഇതങ്ങനെ മാറ്റി വെക്കാൻ പറ്റില്ല. നമുക്ക് ബ്ലഡ് ബാങ്ക് ഫെസിലിറ്റി ഉണ്ടെങ്കിലും ഇൻഹൗസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെന്റ് നമ്മൾ ഹാൻഡിൽ ചെയ്തേ പറ്റും. ഈ ഒബ്ജക്റ്റീവ് എലമെന്റിൽ പറയുന്നത് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ആർ അവൈലബിൾ ഫോർ യൂസ് ഇൻ എമർജൻസി ആൻഡ് റുട്ടീൻ സിറ്റുവേഷൻസ് വിത്തിൻ എ ഡിഫൈൻഡ് ടൈം ഫ്രെയിം. ഇത് നമ്മുടെ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഉണ്ടെങ്കിൽ മാത്രമല്ല, പുറത്തുനിന്നാണ് വരുന്നതെങ്കിൽ ആ ബ്ലഡ് എത്ര സമയത്തിനുള്ളിൽ വരും എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ഡോക്യുമെന്റേഷൻ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. യൂസ് ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ എന്നതിന് കൃത്യമായി നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊസീജിയർ, അത് ഡോക്യുമെന്റ്, അവിടെ സ്റ്റാർ കാണാൻ പറ്റും അവിടെ. ഇനി ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെന്റ് നമുക്ക് ശരിക്കും എലക്റ്റീവ് അല്ല. കൃത്യമായി നമ്മുടെ ഓർഗനൈസേഷന് ഒരു ഡിഫൈൻഡ് ടൈം ഫ്രെയിം ഉണ്ടാകണം. ഓരോ സാഹചര്യം, ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ എത്രയാണ് നമ്മുടെ ടേൺ അറൗണ്ട് ടൈം ബ്ലഡ് എത്തിക്കാനായിട്ട്, ഒരു എമർജൻസി പ്രൊസീജിയർ ചെയ്യാനായിട്ട്. സോ COP കെയർ ഓഫ് പേഷ്യൻറ്റ് 8ാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ 5ാമത്തെ ഒബ്ജക്റ്റീവ് എലമെന്റ് കമ്മിറ്റ്മെന്റ് ആണ്. COP 8E ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ആർ അവൈലബിൾ for use in emergency and routine situations within a defined time frame.